യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും ഞാൻ പറഞ്ഞു നിർത്തിയത് ഭീമസേനൻ കിടുംബൻ എന്ന ഘോര രാക്ഷസനെ നിഷ്കരണം വധിക്കുന്നതും മനുഷ്യരൂപം പൂണ്ടു നിൽക്കുന്ന കിടുംബ സഹോദരിയായ കിടുംബിയെ കുന്തിദേവിയുടെയും യുധിഷ്ഠിരൻ്റെയും നിർദ്ദേശപ്രകാരം ഭീമസേനൻ വിവാഹം കഴിക്കുന്നതും ശേഷം ഭീമന് കിടുംബിയിൽ ഘടോത്കചൻ എന്ന പുത്രൻ ലഭിക്കുന്നതും ആയ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ശേഷം കിടുംബിയും ഘടോത്കചനും ഘോരവനത്തിൻ്റെ വടക്ക് ഭാഗത്തോട്ട് സഞ്ചരിക്കുകയും പാണ്ഡവരും കുന്തിദേവിയും നാട് ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ പാണ്ഡവരും കുന്തിദേവിയും ജടാവൽക്കലധാരികളായി, അതായത് ഭിക്ഷുവേഷത്തിൽ ആണ് മുന്നോട്ട് സഞ്ചരിച്ചത്. അങ്ങനെ അവർ മത്സ്യദേശവും മാണ്ഡ്യദേശവും കിരാതദേശവും ഒക്കെ സഞ്ചരിച്ച് മുന്നേറവേ ഒരു നാൾ പാണ്ഡവരുടെ പിതാമഹനായ വ്യാസഋഷിയെ കാണാനിടയാവുകയും വ്യാസഋഷിയെ കണ്ട് കഴിഞ്ഞ പാണ്ഡവരും കുന്തിദേവിയും വേണ്ടുന്നവണ്ണം വ്യാസനെ പ്രണാമം ചെയ്ത് അതിനുശേഷം വ്യാസനിൽ നിന്ന് ഇപ്രകാരം ഉള്ള സംഭാഷണങ്ങൾ പാണ്ഡവരും കുന്തിയും കേട്ടു. വ്യാസൻ ഇപ്രകാരം പറഞ്ഞു: പ്രിയ പൗത്രന്മാരായ പാണ്ഡവരെ, നിങ്ങളെ ഒരു കാരണവശാലും ഹസ്തിനപുരിയിൽ നിന്ന് ധൃതരാഷ്ട്രൻ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ലായിരുന്നു. മാറ്റിപ്പാർപ്പിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളെ അപായപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശവും അതിന് പിന്നിലുണ്ടായിരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ധാർത്തരാഷ്ട്രന്മാരും പാണ്ഡവരായ നിങ്ങളും എനിക്ക് തുല്യരാണ്. കാരണം എൻ്റെ തന്നെ പുത്രനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് നിങ്ങളെങ്കിൽ എൻ്റെ തന്നെ പുത്രനായ ധൃതരാഷ്ട്രപുത്രന്മാരാണ് കൗരവരും. പക്ഷേ എനിക്ക് തുല്യരാണെങ്കിലും മനുഷ്യ സഹജമായി അവശത അനുഭവിക്കുന്നവരോട് തോന്നുന്ന കാരുണ്യവും ബാലന്മാരോട് മനുഷ്യർക്ക് തോന്നുന്ന കാരുണ്യവും ഒക്കെ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് തോന്നുന്നു. കാരണം നിങ്ങൾ അനർഹമായി ധാർത്തരാഷ്ട്രന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം: നിങ്ങൾ തിരിച്ച് ഹസ്തിനപുരിയിലെത്താനും ദീർഘനാൾ ഹസ്തിനപുരി വാഴാനുമുള്ള അവസരം നിങ്ങൾക്കുണ്ടാവും എന്നത് സത്യമാണ്. തൽക്കാലം നിങ്ങൾ എന്തുകൊണ്ടും രഹസ്യമായി താമസിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അടുത്ത് ഒരു പ്രദേശം, അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ആ സ്ഥലത്തിൻ്റെ പേര് ഏകചക്ര എന്നാണ്. ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. നിങ്ങൾ നിഗൂഢമായി കുറച്ചുനാൾ അവിടെ വസിക്കുക എന്ന് പറയുകയും വ്യാസൻ പാണ്ഡവരെയും കുന്തിദേവിയെയും ഏകചക്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് കുന്തിദേവിയെ പലവിധത്തിലുള്ള സൗമ്യവാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും പാണ്ഡവരെ പലവിധത്തിലും ഉപദേശങ്ങൾ നൽകി അവരെ കൂടുതൽ ചിന്താശേഷിയുള്ളവരാക്കി മാറ്റുകയും ചെയ്ത് ഏകചക്രയിലെത്തിയ അവരെ അവിടെ താമസിക്കാൻ നിർദ്ദേശിച്ചിട്ട് വ്യാസ മഹർഷി അവിടെ നിന്ന് പോവുകയും ഏകചക്രയിലെത്തിയ പാണ്ഡവരും കുന്തിദേവിയും അവിടെ ഒരു ബ്രാഹ്മണൻ്റെ ഗ്രഹത്തിൽ താമസിക്കാനിടയാവുകയും ചെയ്തു. ബ്രാഹ്മണ ഗ്രഹത്തിൽ താമസിക്കുകയായിരുന്ന പാണ്ഡവരും കുന്തിയും അവരുടെ ദിനചര്യ കഴിക്കുന്നതിലേക്ക് വേണ്ടി ഭിക്ഷുവേഷത്തിൽ പാണ്ഡവർ ദിവസവും രാവിലെ പുറത്തുപോയി ഭിക്ഷയാചിച്ച് കിട്ടുന്നവ കൊണ്ടുവന്ന് അന്തിക്ക് മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും
മാതാവ് കുന്തിദേവി അന്ന് പുത്രന്മാർ യാചിച്ചു കൊണ്ടുവരുന്ന ആ ഭക്ഷണ സാധനങ്ങൾ രണ്ടായി പകുത്ത് ഒരു ഭാഗം ഭീമന് കൊടുക്കുകയും ഒരു ഭാഗം വീണ്ടും 5ആയി പകുത്ത് 5 പേരും കഴിക്കുകയും ചെയ്ത് നാളുകൾ കഴിച്ചു കിട്ടി. ഒരു നാൾ പാണ്ഡവരിൽ ഭീമൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭിക്ഷയ്ക്ക് പോവുകയും ഭീമന് അന്ന് ഏതോ തരത്തിലുള്ള ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ അന്ന് ഭിക്ഷയ്ക്ക് പോകാതിരിക്കുകയും കുന്തിദേവിയും ഭീമനും ഗ്രഹത്തിൽ കഴിയുന്ന ആ സന്ദർഭത്തിൽ തൊട്ടടുത്ത് തന്നെ താമസിക്കുകയായിരുന്ന പാണ്ഡവർക്ക് താമസിക്കാൻ ഗ്രഹം കൊടുത്ത ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ നിന്ന് അതിഘോരമായ ഒരു രോദനം കേൾക്കാനിടയാവുകയും ഇത് കേട്ട് കഴിഞ്ഞ കുന്തിദേവി ഭീമനോടായി പറഞ്ഞു, ഹേ പുത്ര, നമുക്ക് താമസിക്കാൻ വീട് തന്ന ആ ബ്രാഹ്മണൻ എന്തോ ആപത്ത് വന്നിരിക്കുകയാണ്. ആ ബ്രാഹ്മണനും ഭാര്യയും കുട്ടികളുമടക്കം എല്ലാവരും ഒരുമിച്ച് നിലവിളിക്കുകയാണ്. എന്തോ അത്യാപത്ത് അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ അത്യാപത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പുത്രനായ ഭീമനോട് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ ഭീമൻ മാതാവിനോട് പറഞ്ഞു, മാതേ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മാതാവ് പോയി നോക്കുക. ഞാൻ ഇടപെടേണ്ട കാര്യമാണെങ്കിൽ ഞാൻ ഇടപെട്ടുകൊള്ളാം. മാതാ അവിടെ പോയി ആ വിവരം അന്വേഷിച്ചിട്ട് വരിക എന്ന് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ കുന്തിദേവി തൊട്ടടുത്ത് തന്നെയുള്ള ആ വീട്ടിന് മുന്നിലെത്തുകയും വീട്ടിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞ കുന്തിദേവിക്ക് ആ ബ്രാഹ്മണൻ പറഞ്ഞ് കരയുന്ന ആ വചനങ്ങൾ കേൾക്കാനിടയാവുകയും ബ്രാഹ്മണൻ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ പ്രിയ പത്നി, നിന്നോട് ഞാൻ പല തവണ ആവശ്യപ്പെട്ടു, നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് എവിടേക്കെങ്കിലും മാറി താമസിക്കാമെന്ന്. നിനക്കത് ഇഷ്ടമായിരുന്നില്ല. ഒരു കാര്യം നീ മനസ്സിലാക്കുക, ധനത്തിന് വേണ്ടി മോഹിക്കുന്നത് ഏതൊരു വ്യക്തിയും അടുത്ത് ദുഃഖം ഉണ്ടാവാൻ അവസരമുണ്ടാകും. ധനം മോഹിക്കുന്ന വ്യക്തികൾക്ക് ധനം നഷ്ടപ്പെടും എന്നറിയുന്നത് വളരെ അഗാധമായ ദുഃഖത്തിനാണ് ഇടവരുത്തുന്നത്. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞപ്പോഴും നീ അതിനനുസരിച്ചില്ല. നമ്മുടെ മാതാപിതാക്കൾ വസിച്ച ഈ ഗ്രഹത്തിൽ അവർ വസിച്ചതുപോലെ നമുക്കും വസിച്ച് ഇവിടെ തന്നെ മരിക്കണം എന്നാണ് നിൻ്റെ ആഗ്രഹം. പക്ഷേ നിനക്ക് ഈ ഗ്രഹത്തിൽ തന്നെ വസിച്ച് മരിക്കാം. ഞാൻ നാളെ തന്നെ ആ അസുരനാലും മരിക്കപ്പെടും എന്ന് ഇങ്ങനെ ആ ബ്രാഹ്മണൻ വിലപിച്ച് പറയുകയും അത് കേട്ട് കഴിഞ്ഞ ബ്രാഹ്മണ ഭഗ്നി ബ്രാഹ്മണനായി തിരിച്ചു പറഞ്ഞു, ഹേ പതി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് ശ്രേഷ്ഠജ്ഞാനിയാണല്ലോ. എൻ്റേത്, എൻ്റെ ധനം, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് അങ്ങ് സംബോധന ചെയ്യുന്നത് ശരിയാണോ? ഉത്തമനായ ഒരു ജ്ഞാനിക്ക് ഒരു കാരണവശാലും തൻ്റേത് എന്നാവശ്യപ്പെട്ട് വിലപിക്കാനുള്ള ബാധ്യതയില്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങയുടെ ഭഗ്നി എന്ന നിലയ്ക്ക് ഒരു ഭഗ്നിയുടെ യഥാർത്ഥ ധർമ്മം മനസ്സിലാക്കി അങ്ങേക്ക് ഞാൻ 2 പുത്രനെയും പുത്രിയെയും നൽകിയിരിക്കുന്നു. എൻ്റെ ദൗത്യം അവിടെ ആയിരിക്കുന്നു. ഇനി ഏത് സമയത്തും മരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം, അങ്ങ് ആ രാക്ഷസനാൽ കൊല്ലപ്പെടുകയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അങ്ങയുടെ മക്കളെ ഇവർ 2 പേരെയും അങ്ങ് സംരക്ഷിച്ച് വളർത്തുന്നത് പോലെ എനിക്ക് വളർത്താൻ കഴിയും എന്ന വിശ്വാസം എനിക്കില്ല. മാത്രവുമല്ല, ഈ ദുർജനങ്ങൾ നിറഞ്ഞ് വസിക്കുന്ന ഈ സമൂഹത്തിൽ എൻ്റെ സത്യസന്ധതയും നിഷ്കളങ്കയും പാതിവൃത്യവും നിലനിർത്തി തുടർന്ന് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന വിശ്വാസവും എനിക്കില്ല. ആയതിനാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ഏതൊരു ഭാര്യയും അവൾ ഭാഗ്യവതിയാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്ന ഭർത്താവും ഭാഗ്യവാനാണ്. എന്തായാലും ഞാൻ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ അങ്ങ് ഒരു കാരണവശാലും വ്യസനിക്കേണ്ട. നാളെ ആ അസുരൻ്റെ മുന്നിൽ ഞാൻ എത്തിക്കൊള്ളാം. ആ അസുരനാൽ ഞാൻ മരിച്ചുകൊള്ളാം. അങ്ങ് നമ്മുടെ മക്കളെ 2 പേരെയും സന്തോഷമായി വളർത്തി അങ്ങ് ഇവിടെ തന്നെ വസിച്ചുകൊള്ളുക എന്ന് ആ ബ്രാഹ്മണ ഭഗ്നി ബ്രാഹ്മണനോട് പറയുകയും ഇത് കേട്ട് ഉടൻ തന്നെ ബ്രാഹ്മണൻ കൂടുതൽ വിലപിക്കാനിടയായി. ഹേ പ്രിയതമേ, നീ എന്താണ് ഈ പറയുന്നത്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം സ്വഭാര്യയെ സംരക്ഷിക്കുക എന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ച് പൗരനായി വളർന്നു കഴിഞ്ഞാൽ അവൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ ബാധ്യത ഉള്ളതുപോലെ വിവാഹിതനായി കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രഥമമായതും പ്രധാനമായതുമായ കർത്തവ്യം
ഭാര്യയെ സംരക്ഷിക്കുക എന്നതാണ്. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അസുരൻ, അതായത് രാക്ഷസൻ നിഗ്രഹിച്ച് കൊള്ളട്ടെ എന്നാഗ്രഹിച്ചിരിക്കാൻ എനിക്ക് ഒരു കാരണവശാലും കഴിയുന്നതല്ല എന്ന് ഭാര്യയോട് ആ ബ്രാഹ്മണൻ തിരിച്ചു പറയുകയും ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ബാലികയാണെങ്കിലും പുത്രി അവൾ മുന്നോട്ട് വന്ന് പറയുകയാണ്, മാതാവേ, പിതാവേ, നിങ്ങൾ ഈ വിധത്തിൽ വിലപിക്കേണ്ട കാര്യമില്ല. നാളെ ആ രാക്ഷസൻ്റെ മുന്നിലേക്ക് പോകേണ്ടത് ഞാനാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പുത്രിയായ ഞാൻ നിങ്ങൾ മറ്റൊരു ദേശത്ത് മറ്റൊരു വ്യക്തിയിൽ എന്നെ ഏൽപ്പിക്കുന്നതും ഞാൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകേണ്ടവളുമാണ്. പുത്രി ഒരു മാതാപിതാക്കൾക്ക് എന്നും ബാധ്യതയാണ്. മറ്റൊരു ദേശത്ത് മറ്റൊരു പുരുഷൻ്റെ സംരക്ഷണയിൽ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഉറപ്പില്ല. എന്തായാലും നിങ്ങളുടെ ജീവൻ ഇപ്പം സംരക്ഷിക്കേണ്ടത് മക്കളുടെ കർത്തവ്യമാണ്. പുത്രനാണ് ഏറ്റവും വലിയ കർത്തവ്യമെങ്കിൽ അവൻ വളരെ ഉണ്ണിയായതിനാൽ അവൻ അതിന് പ്രാപ്തിയായിട്ടില്ല. ഞാൻ എന്തായാലും നാളെ ആ അസുരൻ്റെ മുന്നിലെത്തി ഞാൻ സ്വയം മരണം വരിച്ചുകൊള്ളാം, നിങ്ങൾ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പുത്രി പറയുകയും ഇത് രണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണനും പത്നിയും കൂടുതൽ വിലപിക്കാനിടയാവുകയും ഈ സന്ദർഭത്തിൽ അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന വളരെ ചെറിയ ബാലനായ ഉണ്ണി ഒരു കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത്, നിങ്ങളാരും കരയേണ്ട കാര്യമില്ല, ഈ കമ്പ് കൊണ്ട് നാളെ ഞാൻ ആ രാക്ഷസനെ അടിച്ചു കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ചുറ്റുമിങ്ങനെ കറങ്ങി തറയിൽ അടിക്കുന്നത് കണ്ട് ഇത്രമാത്രം വിലപിച്ചു നിൽക്കുകയായിരുന്ന ബ്രാഹ്മണനും ഭാര്യയും മകളും പോലും അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. ഈ സന്ദർഭം തന്നെയാണ് ഉചിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന കുന്തിദേവി ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മുന്നിലെത്തുകയും, ബ്രാഹ്മണോത്തമ, അങ്ങെന്തിനാണ് ഈ വിധത്തിൽ വിലപിക്കുന്നത്? അങ്ങക്ക് എന്താപത്താണ് സംഭവിച്ചത് എന്ന് എന്നോട് പറയുക. ഏതെങ്കിലും വിധത്തിൽ അങ്ങയെ സഹായിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാനത് ചെയ്യാം എന്ന് ബ്രാഹ്മണനോട് കുന്തിദേവി പറയുകയും, അല്ലയോ ശ്രേഷ്ഠ സ്ത്രീരത്നമേ, അവിടത്തേക്ക് എൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങയോട് അറിയിക്കാം, ഈ നാട്ടിൽ ഈ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തായി അതിഘോരനായ ഒരു രാക്ഷസൻ വസിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായി ഈ നാട് ആ രാക്ഷസനാണ് ഭരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഒരു രാജാവുണ്ട്. അദ്ദേഹം അബലനും പേടിത്തൊണ്ടനുമാണ്. അദ്ദേഹം എവിടെയാണെന്ന് ഇപ്പം ആർക്കും അറിയാൻ പാടില്ല. ആ ബഹൻ എന്ന രാക്ഷസനെ ഭയന്ന് അദ്ദേഹം എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ആദ്യ നാളുകളിൽ ഈ ബഹൻ ഈ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കിട്ടുന്നവരെ എല്ലാവരെയും പിടിച്ച് ഭക്ഷിക്കുക എന്നത് ദൈനംദിന കർമ്മമായിരുന്നു. നിർവാഹമില്ലാതെ പൗരജനങ്ങൾ എല്ലാം ചേർന്ന് ആ ബഹ രാക്ഷസനുമായി ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണ ഇപ്രകാരമാണ്: എല്ലാ ദിവസവും രാവിലെ ബഹൻ എന്ന രാക്ഷസന് ഓരോ വീട്ടിൽ നിന്ന് ഒരു വണ്ടി ചോറും അതിന് വേണ്ടുന്ന കറികളും അത് വഹിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയെ വഹിക്കുന്ന 2 പോത്തുകളും ഇവയും കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെയും ബഹന് ദിവസവും ഭക്ഷിച്ചുകൊള്ളാം. ഈ വ്യവസ്ഥ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലുള്ള എല്ലാവരെയും അന്ന് തന്നെ ബഹൻ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ, വർഷങ്ങൾ 13 ഇതാ തുടർന്നു പോകുന്നു. നാളെ എൻ്റെ ദിവസമാണ്. നമ്മളിൽ ഒരാൾ നാളെ ബഹരാക്ഷസനാൽ കൊല്ലപ്പെടണം എന്ന ദുഃഖമോർത്താണ് നമ്മൾ വിലപിക്കുന്നത്. മാതയ്ക്ക് എങ്ങനെയാണ് നമ്മൾ സഹായിക്കാൻ കഴിയുക എന്ന് കുന്തിദേവിയോട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ചോദിക്കുകയും, ബ്രാഹ്മണോത്തമ, അങ്ങ് ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് 5 പുത്രന്മാരുണ്ട്. അതിലൊരു പുത്രൻ നാളെ അങ്ങേക്ക് വേണ്ടി ബഹരാക്ഷസൻ്റെ മുന്നിൽ അങ്ങ് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്നതാണ് എന്ന് കുന്തിദേവി അറിയിക്കുകയും, ഇത് കേട്ട് കഴിഞ്ഞ ആ ബ്രാഹ്മണൻ വീണ്ടും കുന്തിദേവിയോടായി പറഞ്ഞു, അരുത് ശ്രീരത്നമേ, അത് പാടില്ല. എനിക്ക് പകരം മറ്റൊരാളിനെ കൊല്ലുന്നത് എനിക്ക് പാപകരമാണ്. അങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിച്ചാൽ അതിൻ്റെ പാപം എനിക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പുത്രനെ പറഞ്ഞയക്കാൻ
അവിടുന്ന് തയ്യാറാകണ്ട എന്ന് ബ്രാഹ്മണശ്രേഷ്ഠൻ കുന്തിദേവിയോട് പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ കുന്തിദേവി തിരിച്ച് ബ്രാഹ്മണനോടായി പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, 5 പുത്രന്മാരല്ല 50 പുത്രന്മാരുള്ള ഒരു മാതാവ് പോലും അതിൽ ഒരു പുത്രനെ വേണ്ട എന്ന് വയ്ക്കാൻ ഒരു മാതാവും തയ്യാറാകുന്നതല്ല. പക്ഷേ എൻ്റെ 5 പുത്രന്മാരിൽ ഒരു പുത്രൻ അത്ഭുത പുത്രനാണ്. ആ പുത്രനെ നിഗ്രഹിക്കാൻ ബഹൻ എന്ന രാക്ഷസനല്ല മറ്റൊരു രാക്ഷസനും കഴിയില്ല. നാളെ ആ ബഹരാക്ഷസനെ എൻ്റെ പുത്രൻ നിഗ്രഹിച്ച് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും സംരക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാലാണ് ഞാൻ അവനെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞത്. അങ്ങ് ഒരു കാര്യം മാത്രം ചെയ്യുക, എൻ്റെ പുത്രനാണ് നാളെ ബഹൻ്റെ മുന്നിലേക്ക് എത്തിയത് എന്ന് ഈ നാട്ടുകാർ അറിയിക്കാതിരിക്കുക മാത്രം അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠൻ കുന്തിദേവിയുടെ വാക്കുകൾ വിശ്വസിച്ച് അംഗീകരിക്കുകയും അങ്ങനെ ബ്രാഹ്മണത്തിനെയും കുടുംബത്തെയും സമാധാനിപ്പിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ ഭീമസേനൻ അടുത്തെത്തുകയും ഭീമസേനൻ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഭീമനോട് കുന്തിദേവി ഈ വിവരങ്ങളെല്ലാം അറിയിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഇഷ്ടപ്രകാരം ആ ബ്രാഹ്മണനെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഈ നാടിനെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ വസിക്കുന്ന ബഹൻ്റെ അടുത്തേക്ക് പോകാൻ ഭീമൻ സമ്മതം മൂളുകയും നാളെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ ഓർത്തങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് ഭീമൻ ഇരിക്കുന്ന സമയത്താണ് ഭിക്ഷാടനത്തിന് പോയിരിക്കുന്ന ജ്യേഷ്ഠനും അനുജന്മാരും അവിടെ തിരിച്ചെത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞ യുധിഷ്ഠിരനോടും അർജുന നകുല സഹദേവന്മാരോടും ഭീമൻ തന്നെ ബഹൻ എന്ന രാക്ഷസനെ നിഗ്രഹിക്കുന്നതിലേക്ക് വേണ്ടി താൻ നാളെ പോകുന്ന വിവരവും ഇവിടെ നടന്ന സംഭവ വികാസങ്ങളുമെല്ലാം ഭീമൻ അവരോട് പറയുകയും ഇത് കേട്ട് കഴിഞ്ഞ പാണ്ഡവ സഹോദരങ്ങൾ അതിൽ യുധിഷ്ഠിരൻ മാതാവിനെ വിളിച്ചു ചോദിച്ചു, ഹേ മാതേ, അവിടുന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അവിടുന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണോ നാളെ ഭീമൻ ബഹരാക്ഷസൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ കുന്തിദേവി പറഞ്ഞു, ആണ് പുത്ര, ഞാൻ പറഞ്ഞു തന്നെയാണ് ഭീമൻ നാളെ ബഹന് മുന്നിലേക്ക് പോകാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. മാതാവ് എന്തുദ്ദേശത്തിലാണ് സ്വപുത്രനെ രാക്ഷസൻ്റെ അടുത്തേക്ക് തള്ളിവിടുന്നത്? മാതാവ് ഉദ്ദേശിക്കുന്നത് പോലെ നിസ്സാരക്കാരനായ ഒരു രാക്ഷസനല്ല ബഹൻ. മാത്രവുമല്ല, മറ്റൊരു പുത്രനെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി സ്വപുത്രനെ നഷ്ടപ്പെടുത്തുന്നത് ധർമ്മമായി വേദങ്ങൾ പോലും ഉപദേശിക്കുന്നില്ല. മറ്റൊരു പുത്രനെ സ്വപുത്രനെ സംരക്ഷിച്ചു കൊണ്ട് മറ്റൊരു പുത്രനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതാവാം. മറ്റു പുത്രന്മാർക്ക് വേണ്ടി സ്വപുത്രനെ നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും ധർമ്മമല്ല മാതേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുന്തിദേവി യുധിഷ്ഠിരനോടായി പറഞ്ഞു, ഹേ പുത്ര, ഭീമൻ്റെ കഴിവുകളെക്കുറിച്ച് എത്രയോ തവണ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ തന്നെ കണ്ടതാണല്ലോ ഘോരനായ കിടുമ്പൻ എന്ന രാക്ഷസനെ നിഷ്കരണം ഭീമൻ കൊന്നുവീഴ്ത്തുന്നത്. ആ ഭീമന് ബഹനെ നിഗ്രഹിക്കുക അയാസമായ ഒരു കാര്യമേ അല്ല. തീർച്ചയായും ബഹനെ ഭീമൻ നിഗ്രഹിച്ചിരിക്കും. ഭീമൻ ബഹനെ നിഗ്രഹിക്കുന്നതോടൊപ്പം ആ ബ്രാഹ്മണ കുടുംബത്തെ സംരക്ഷിക്കുക മാത്രമല്ല ഈ രാജ്യത്തെ തന്നെ സംരക്ഷിക്കാൻ കഴിയും എന്നത് വാസ്തവമാണ്. ആയതിനാൽ നീ ഒരു കാരണവശാലും നിങ്ങൾ ഭീമൻ്റെ കഴിവുകളിൽ സംശയം തോന്നേണ്ട ആവശ്യമില്ല. ഭീമനെ തോൽപ്പിക്കുക എന്നത് ഒരു അസുരന്മാരാലും ഒരു രാക്ഷസന്മാരാലും ഒരു മനുഷ്യരാലും അസാധ്യമാണ്. ആയതിനാൽ നീ സധൈര്യമായി ഭീമനെ അനുഗ്രഹിച്ചയക്കുക. തീർച്ചയായും നാളെ ബഹനെ നിഗ്രഹിച്ച് ഭീമൻ തിരിച്ചു വരും, ഈ നാടിനെ സംരക്ഷിച്ചിരിക്കും. ഇത് നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് സമ്മതിച്ചത് എന്ന് കുന്തിദേവി പറയുകയും ഇത് കേട്ടുകഴിഞ്ഞ പാണ്ഡവരെല്ലാവരും സന്തോഷത്തോടു കൂടി നാളെ ബഹനെ നിഗ്രഹിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഭീമൻ പോകുന്നതിലേക്ക് വേണ്ടി സമ്മതിക്കുകയും ആ ദിവസം അങ്ങനെ കടക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. നാളെ അതീവ
ബലവാനായ ബഹനുമായി ഭീമനുണ്ടാകുന്ന മൽപ്പിടുത്തങ്ങളെയും സംഭവവികാസങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.